അസ്സലാമു അലൈക്കും. സുഖല്ലേ? നമുക്ക് അൽഹംദുലില്ലാ അങ്ങനെ പോകുന്നു. ഒരട്ടെ 10 മഴയുണ്ട്. 2 ദിവസം 3 ദിവസമൊക്കെ ഇല്ലാതിരുന്നു. ഇപ്പം മഴയുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ പറയുന്നത് എന്താണെന്നറിയോ? പെൺകുട്ടികൾ ഓണത്തിന് മഫ്ത കൊണ്ടും ഹിജാബ് കൊണ്ടും തുള്ളിച്ചാടണു എന്നുള്ളതാണ് കുറേ ആൾക്കാർ പറയുന്നത്. ഒരു വശം നോക്കുമ്പോൾ ശരിയുമാണ്. പക്ഷേ നമ്മളെ മക്കളെ സ്കൂളിലാക്കി പണ്ടത്തെ കാലങ്ങളല്ല ഇപ്പോഴത്തെ കാലങ്ങൾ. നിങ്ങൾക്കറിയാലോ, ഒരു കുട്ടിനോട് ഏതൊരു കുട്ടി ആയിക്കോട്ടെ, ആൺകുട്ടി ആയിക്കോട്ടെ പെൺകുട്ടി ആയിക്കോട്ടെ, എത്ര വലിയ തറവാട്ടിൽ ജീവിക്കുന്ന മക്കളാണെങ്കിൽ പോലും ഒരു പക്ഷേ അതനുസരിക്കുന്ന മക്കളുണ്ടാവട്ടോ. ഞാൻ എല്ലാവരെയും അടച്ചാക്ഷേപിക്കുകയല്ല. പക്ഷേ ഇന്നത്തെ ഒരു കാലഘട്ടത്തിലെ നിയമമാണ് ഞാൻ പറയുന്നത്. കാരണം ഇന്ന് അങ്ങനെയാണ്. മക്കളോട് പോവണ്ട എന്ന് പറയാൻ പറ്റൂല. കാരണം പ്രായപൂർത്തിയായ മക്കളാണ്. ആ മക്കളോട് പോവണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മക്കൾ നന്ന് നമ്മളെ മാതാപിതാക്കളെ ഓർത്തിട്ട് പറയും. എൻ്റെ അവകാശത്തെക്കുറിച്ച് ഉമ്മ ഉപ്പ നിങ്ങൾക്ക് വല്ലതും അറിയോ? എൻ്റെ ഇഷ്ടം പോലെ എനിക്ക് ജീവിക്കാം. ഞാൻ വേറൊന്നിനല്ലല്ലോ പോണത്, ഓണപ്പരിപാടിക്കല്ലേ. അതുകൊണ്ട് ഒരു പക്ഷേ ഓണപ്പരിപാടിക്കൊന്നും പോവരുതേ എന്ന് മക്കളോട് നിർബന്ധിച്ച് പറഞ്ഞാൽ മക്കൾ പോകാതിരിക്കില്ല. ഒരു പക്ഷേ ആ മക്കളെ ചിലപ്പോൾ 2 അടി കൊടുക്കേണ്ടി വരും. അതാ നടക്കണം. തീർന്നു പ്രശ്നം. അങ്ങനെ പോകും പോലീസ് സ്റ്റേഷനിലേക്ക്. എൻ്റെ മാതാപിതാക്കൾ എന്നെ ഓണത്തിന് ഡാൻസ് കളിക്കാൻ വിടാത്ത, ഞാൻ നിർബന്ധിച്ചു പോകുമെന്ന് പറഞ്ഞ് എന്നെ മർദ്ദിച്ചു, എന്നെ പീഡിപ്പിച്ചു, മാനസികമായി ഞാൻ വേദനിച്ചു, ശാരീരികമായി ഞാൻ വേദനിച്ചു എന്ന് പറയും. അപ്പോൾ ഇന്ന് മക്കളോട് ചീത്ത പറയാനും പാടില്ല, അടിക്കാനും പാടില്ല. അവർക്ക് എന്താണോ അവരുടെ ഇഷ്ടം, ആ ഇഷ്ടത്തിന് അവരെ വിടണം. അപ്പോൾ എല്ലാവരും മുസ്ലിം കുട്ടികൾ ഇങ്ങനെ ഇറങ്ങിപ്പോകുന്നതിനെ, ഈ ഓണപ്പരിപാടിക്ക് പോകുന്നതിനെ പറ്റിയല്ല. ഹിജാബ് ഇട്ടിട്ടാണെങ്കിലും എന്തിട്ടിട്ടാണെങ്കിലും അവർ കളിക്കുന്നത് അവരുടെ ഇഷ്ടമാണ്. ഞാനതിന് സപ്പോർട്ട് പറയല്ല. അവർക്ക് ഇന്ന് കിട്ടിയ നിയമമാണ് അവർ ചെയ്യുന്നത്. വീട്ടിൽ നിന്ന് വഴക്ക് പറയാൻ പറ്റില്ല, ഉമ്മാക്കോ ബാപ്പാക്കോ ശാസിക്കാൻ പറ്റില്ല, കൂട്ടുകുടുംബത്തിന് പറയാൻ പറ്റില്ല, നാട്ടുകാർക്ക് പറയാൻ പറ്റില്ല. നമുക്ക് സോഷ്യൽ മീഡിയയിലിരുന്ന് ഇങ്ങനെ പറയാം, അല്ലാതെ കുടുംബത്തിൽ പറയാൻ പറ്റില്ല. കുടുംബത്തിൽ പറഞ്ഞാൽ മക്കൾ പറയാണ്, ഇല്ല അവർ വാപ്പയും ഉമ്മയും പറയുന്ന അനുസരിക്കുന്ന മക്കളാണ്, മക്കളെ നമുക്കത് പറ്റില്ല, നിങ്ങൾ പോകണ്ട എന്ന് പറഞ്ഞാൽ ശരിയമ്മ ഞാൻ പോകണില്ല, അല്ലെങ്കിൽ വാപ്പ ഞാൻ പോകുന്നില്ല എന്ന് പറയുന്ന മക്കൾ മാത്രമേ പോകാതിരിക്കൂ. അല്ലാത്ത എല്ലാ മക്കളും ഇന്ന് പോകും. അവർക്ക് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. കാരണം എന്താ വെച്ചെങ്കിൽ അവരെ നമുക്ക് അത്രയും നിയന്ത്രിക്കാൻ പറ്റുള്ളൂ. ഒരാഘോഷങ്ങൾക്ക് പങ്കെടുക്കരുത് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അത് അവരെ അവകാശത്തിൻ്റെ മേലെയുള്ള പിടിച്ചുപറിയായിട്ട് അവർ ചിത്രീകരിക്കും. ഇന്ന് അത്രയ്ക്ക് സ്വാതന്ത്ര്യമുണ്ട് മക്കൾക്ക്. നിങ്ങൾക്കറിയില്ലേ, ചെറിയ മക്കളാണെങ്കിൽ പോലും നമുക്ക് അടിക്കാൻ പറ്റില്ല. ഓരോരുത്തർ 10 വയസ്സും 11 വയസ്സും 7 വയസ്സുള്ള കുട്ടികളാണ് ഫോൺ കൊടുക്കാത്തതിന് ആത്മഹത്യ ചെയ്യുന്നത്. ഫോൺ കൊടുക്കാത്തതിന് ആത്മഹത്യ ചെയ്യുന്നു. ഫോണില്ല, അച്ഛൻ വാങ്ങി വെച്ച് പറഞ്ഞ് നാട് വിട്ടു പോകുക, കാശിക്ക് പോകാറുണ്ട്. ഇതൊക്കെ എന്തുകൊണ്ടാണ് വരുന്നത്? അവരുടെ ഇഷ്ടം നടക്കാത്തത് കൊണ്ടാണ് വരുന്നത്. അപ്പോൾ മാതാപിതാക്കൾ എന്താ ചെയ്യുന്നത്? അവരുടെ ഇഷ്ടം എന്താ? ഇനിയിപ്പോൾ പോവണ്ടെന്ന് ഒരുപാട് നിർബന്ധിച്ച് നമ്മൾ പറഞ്ഞ് വീട്ടിൽ പ്രശ്നമായി അടിയും വഴക്കുമായി എന്ത് ചെയ്യും? ഒരു പക്ഷേ വാപ്പാനെയും ഉമ്മാനെയും ഒക്കെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് ഒന്നുമില്ലെങ്കിൽ എങ്ങോട്ടെങ്കിലും പോവും, എന്നിട്ട് നാട് മുഴുവൻ വൈറലാവും. അതല്ല എന്നുണ്ടെങ്കിൽ ആ വിഷമം കൊണ്ട് ഒരു ലെറ്റർ എഴുതി വെച്ചിട്ട് എൻ്റെ വാപ്പയും എന്നെ പറഞ്ഞു വിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ജീവൻ ഒടുക്കും. ആ കാലഘട്ടത്തിലാണ് നമ്മൾ ഇരിക്കുന്നത്. ഒടുക്കാതിരിക്കട്ടെ. ഒരു മക്കളും അങ്ങനെ ഒരു തെറ്റായ പ്രവണതയിലേക്ക് പോവാതിരിക്കട്ടെ. ആത്മഹത്യ എന്നുള്ളത് ഒന്നിനും പരിഹാരമല്ല. അവർ ഓണക്കളിയോ എന്ത് കളിയോ കളിച്ചിട്ട് ജീവിക്കുകയാണെങ്കിൽ ജീവിക്കട്ടെ, അതന്നെയാണ് വേണ്ടത്. ഒരു ജീവൻ രക്ഷിക്കാൻ വേണ്ടി നായിൻ്റെ ഇറച്ചി വരെ തിന്നാന്ന് നമ്മളെ പണ്ഡിതന്മാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. കാരണം ഒരു ജീവനെ രക്ഷിക്കാൻ വേണ്ടി, അള്ളാഹു കൊടുത്തൊരു ജീവനെ രക്ഷിക്കാൻ വേണ്ടി നായിൻ്റെ ഇറച്ചി വരെ നമുക്ക് തിന്നാന്ന് പറഞ്ഞിട്ടുണ്ട്. പണ്ഡിതന്മാർ പറഞ്ഞാണ്, എനിക്കറിവില്ല കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള കാലഘട്ടത്തിൽ നമ്മൾ ഓണത്തിന് ഹിജാബ് ഇട്ട് കളിച്ചതും മറ്റത് പറഞ്ഞിട്ടും എല്ലാവരും പറയുന്നത് നമുക്കിങ്ങനെ പറയാം. അവരോട് നേരിട്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ സ്വാതന്ത്ര്യമാണത്, ഞങ്ങളുടെ അവകാശമാണത്, അതിനെ ചോദ്യം ചെയ്യാൻ നിങ്ങൾക്ക് എന്താണെന്ന് ഇപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കണ്ടിരുന്ന് പറയുമ്പോൾ അവരൊരു പക്ഷേ ഇനി അതിന് തിരിച്ച് വന്നേക്കാം, വന്നിട്ടുമുണ്ട്, വരാനും തുടങ്ങിയിട്ടുണ്ട്. അത്
അപ്പോൾ ചോദിച്ചു കഴിഞ്ഞാലുള്ള അവസ്ഥയെ പറ്റിയാണ് ഞാൻ പറഞ്ഞത്. നിർബന്ധിച്ച് പോവല്ലേ എന്ന് പറഞ്ഞാലും അടി ഉണ്ടായാലും പ്രശ്നം ഉണ്ടായാലും അപ്പോൾ അങ്ങനെയൊന്നും ഇന്നത്തെ കാലത്തെ മക്കളോട് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് പറയുന്നത്. കാരണം ആ മാതാപിതാക്കൾക്ക് ഒരു പക്ഷേ ആ മക്കളങ്ങോട്ട് നഷ്ടപ്പെടും. അപ്പോൾ അതിന് പകരം അവരെന്ത് ചെയ്യും? പോട്ടെ, അവർക്ക് ഇഷ്ടമുണ്ടായിട്ടാവില്ല, പക്ഷെ മക്കളെ ഇഷ്ടത്തിന് അവർ വിടും. കാരണം അധികം നിർബന്ധിച്ച് കഴിഞ്ഞാൽ ആ മക്കൾ ചിലപ്പോൾ അരുതാത്തത് എന്തെങ്കിലും പ്രവർത്തിച്ചാലോ എന്നുള്ള ഭയം കൊണ്ട് അവരങ്ങനെ വിടണതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ ക്ഷമിക്കുക. കാരണം ഞാൻ പലതും നമ്മുടെ പരിസരത്ത് കൂടെയുള്ള മക്കളും എല്ലാവരും പോകുന്നതാണ് ഇങ്ങനെയുള്ള പരിപാടിക്ക്. കാരണം ഓണപ്പരിപാടികളുണ്ട്, ആ ഓണപ്പരിപാടിക്ക് പോണതാണ്, അവർ ഡാൻസിലും ഇതിലൊക്കെ പങ്കെടുക്കുന്നതാണ്. അങ്ങനെയല്ല മക്കൾക്ക് ഞാൻ ഇവിടുന്ന് സെറ്റ് സാരി ഇതൊക്കെ എടുത്തു കൊടുത്ത് റെഡിയാക്കി വിടുന്നത് ഞാനാണ്. കാരണം എന്താ വെച്ചെങ്കിൽ അത് അവരുടെ സ്വാതന്ത്ര്യം. ഞാൻ അവരോട് പറയാറുണ്ട്, ഇങ്ങനെ പോകണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും കുട്ടികൾ ഞങ്ങളെ ക്ലാസ്സിലുള്ള എല്ലാ കുട്ടികളും വരും. അപ്പം ഞങ്ങൾക്കും അവരെ കൂടെ കളിക്കണം, അവരെ കൂടെ പോകണം എന്നുള്ള മനസ്സിലായി. ഇത് സ്കൂളിലാണ് കേട്ടോ, റോഡിലില്ല, അവരുടെ സ്കൂളിൻ്റെ ഉള്ളിലുള്ളതാണ്. അപ്പോൾ അവരോട് നിർബന്ധിച്ചൊന്നും പറയാൻ പാടില്ലാത്തൊരു കാലഘട്ടമാണ് എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും ഞാൻ പറഞ്ഞതിൽ തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക, പൊറുക്കുക. അസ്സലാമു അലൈക്കും. അടുത്ത വീഡിയോസിൽ കാണാം. ആയസോടെ ആയസ് അല്ലാതെ തന്നെങ്കിൽ